ഒരു ചെറിയ കുടുംബത്തിന് ഒരു ചെറിയ ഹാച്ച് ബാക്ക്, അതും വളരെ ക്യൂട്ടായിട്ടുള്ളൊരു മോഡൽ. നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു 6 തൊട്ട് 8 ലക്ഷം രൂപ വരെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റിയ ഒരു ഉഗ്രൻ ഓപ്ഷനാണ് മാരുതി സുസുക്കി സെലേറിയോ. സെലേറിയോ 2014 നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അന്ന് മാരുതി ഇൻട്രൊഡ്യൂസ് ചെയ്ത മോസ്റ്റ് അഫോർഡബിൾ ഓട്ടോമാറ്റിക് വെഹിക്കിൾ കൂടിയായിരുന്നു സെലേറിയോ. സെലേറിയോയുടെ ഒരു പ്രത്യേകത നമുക്കറിയാം, കാരണം AMD ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ സാധാരണക്കാരിലോട്ടും AMD എത്തിച്ച് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം സെലേറിയോ ചെയ്തത്. അങ്ങനെ ഒരു ഓട്ടോമാറ്റിക് വാഹനമായിട്ടാണ് സെലേറിയോ ആദ്യം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ അവതരിക്കപ്പെട്ടത്, അല്ലെങ്കിൽ അത്രത്തോളം പ്രചാരണം അതിന് ലഭിച്ചത്. ഒരുപാടധികം സെയിലായി. നമ്മുടെ യൂസ്ഡ് കാർ മാർക്കറ്റിലാണെങ്കിൽ ഇപ്പോഴും സെലേറിയോയ്ക്ക് നല്ല ഡിമാൻഡാണ്, നല്ല മൂവിങ് ഉള്ളൊരു മോഡലാണ്. 2019 ശേഷം ഫേസ് ലിഫ്റ്റിൻ്റെയൊക്കെ അഭാവം മൂലം വണ്ടി ഒന്ന് പിന്നോട്ട് വലിഞ്ഞെങ്കിലും 2022 ഏറ്റവും പുതിയ സെലേറിയോ കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ടോട്ടലി ചേഞ്ചായി. സെലേറിയോ എന്നുള്ളൊരു പേര് മാത്രമേ ബ്രാൻഡ് കടമെടുത്തിട്ടുള്ളൂ. ബാക്കി ടോട്ടലി ന്യൂ, ഒരു പുത്തൻ ഒരു ഷെല്ലിലും പുത്തൻ ഒരു ഷേപ്പിലുമാണ് ഏറ്റവും പുതിയ സെലേറിയോ വന്നത്. ഇപ്പോൾ സെലേറിയോ അന്ന് ഇറങ്ങിയ സമയത്ത് വേണ്ട രീതിക്കുള്ളൊരു ജനപ്രീതി ഇതിന് ലഭിച്ചില്ല, അല്ലെങ്കിൽ വേണ്ട രീതിക്ക് ഒരു മാർക്കറ്റിംഗ് ഇതിന് ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ അധികം ഒന്നും റോഡെ കാണാനില്ല. പക്ഷേ എനിക്ക് പേഴ്സണലി ഫസ്റ്റ് ജെൻ സെലേറിയോയിലും കൂടുതൽ ഇഷ്ടം സെക്കൻഡ് ജെൻ സെലേറിയോ കാണാൻ. കാരണം ഒരു ഉരുളൻ ഷേപ്പാണ്, ചെറിയ ഹാഷ് ബാക്കാണ്, അത്യാവശ്യം ഉള്ളിൽ നല്ല സ്പേസ് ലഭിക്കുന്നുണ്ട്, അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചാണ്, തരക്കേടില്ലാത്ത ബേസിക് ആയിട്ട് വേണ്ട എല്ലാ ഫീച്ചേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നൊരു വാഹനമാണ് സെലേറിയോ. അപ്പോൾ സെലേറിയോ നമുക്കിന്ന് അടുത്ത് പരിചയപ്പെടാം. ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഈ ഒരു സെക്കൻഡ് ജനറേഷൻ സെലേറിയോ ആണ്. കാരണം സെലേറിയോ എന്നുള്ള പേര് മാത്രമേ ഞാൻ പറഞ്ഞ പോലെ കടമെടുത്തിട്ടുള്ളൂ. ബാക്കി ടോട്ടലി ന്യൂ ആയിട്ട് പുതിയൊരു ബോഡി ഷെല്ലിൽ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു ഉരുളം സെലേറിയോ എന്നാണ് പറയുന്നത്. മൊത്തം അങ്ങ് ഉരുട്ടിയെടുത്തിരിക്കുകയാണ്. ആ ഒരു ബോഡി ഷേപ്പ്, ആ ഒരു ബൾജിങ്ങും, ആ വളരെ ക്യൂട്ടായിട്ടുള്ള വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള സൈസ് ആണെങ്കിലും അത്യാവശ്യം ഭംഗിയായിട്ട് തന്നെ കമ്പനി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ റെഡ് കളറൊക്കെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. നമുക്ക് എവിടം കൊണ്ടോ സിഫ്റ്റിൻ്റെയൊക്കെ ചെറിയ ചായ നമുക്ക് തോന്നുന്നുണ്ട്. കാരണം എല്ലാം മാരുതിയിൽ പിറന്ന വാഹനങ്ങളൊക്കെ തന്നെയാണല്ലോ. പിന്നെ ഈ ഫുൾ ഓപ്ഷനാണ് ഇപ്പോൾ കാണുന്നത്. ഈ ZXi പ്ലസ് എന്ന വേരിയൻ്റാണ്. അതിൽ ഫോഗ് ലാംപ്സ് ഒക്കെ വരുന്നുണ്ട്. ഹലോജൻ ഹെഡ് ലാമ്പ് യൂണിറ്റാണ് വരുന്നത്. അതും വാഹനത്തിലൂടെ ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഷേപ്പാണ് അതിന് കൊടുത്തിട്ടുള്ളത്. ഒരു ഓവൽ ഷേപ്പിൽ കമ്പനി ഹെഡ് ലാമ്പ് യൂണിറ്റും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഗ്രില്ലിൻ്റെ ഒരു പാറ്റേൺ കാണാം. വളരെ ചെറിയ ഗ്രില്ലാണ്. അവിടെ ചെറിയ ക്രോം ഇൻസേർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫോഗ് ലാമ്പ് യൂണിറ്റ്, എയർ ഡാമൊക്കെ അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ കാണുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു ക്യൂട്ടായിട്ടുള്ളൊരു കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു ഹാഷ് ബാഗ് കാണുന്ന ഫീല് തീർച്ചയായിട്ടും ലഭിക്കുന്നുണ്ട്. ഒരു ഉരുട്ടിയെടുത്തിരിക്കണം, ഒരു ഉരുളൻ വളരെ ക്യൂട്ടായിട്ടുള്ളൊരു വാഹനം എന്നാണ് സെലേറിയോയുടെ ഡിസൈൻ ലാംഗ്വേജിനെ പറ്റി പറയാനുള്ളത്. സൈഡ് പ്രൊഫൈലും അങ്ങനെ എടുത്ത് പറയാനായിട്ടൊന്നുമില്ല. വളരെ ഭംഗിയുള്ളൊരു അലോയ് വീൽ, ഒരു ബ്ലാക്ക് അലോയ് വീൽ ZXi പ്ലസ് എന്ന പേരിന് കൊടുത്തിട്ടുള്ളത്. അത് ഭംഗിയായിട്ടുണ്ട്. വളരെ സ്പോർട്ടി ലുക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നുണ്ട്. ടയർ സൈസിലോട്ട് വരികയാണെങ്കിൽ ഏകദേശം യോക്കോഹോമയുടെ ടയറാണ് കൊടുത്തിരിക്കുന്നത്. 175, 60, 6, 15 ഇഞ്ച് ടയറുമാണ് കമ്പനി നൽകിയിട്ടുള്ളത്. അത്യാവശ്യം പ്രൊഫൈലുള്ള ടയറുമാണ്. അപ്പോൾ വാഗണാർ ഒന്ന് മാറ്റി പിടിക്കുക, സെലേറിയോ എടുക്കുക, അല്ലെങ്കിൽ വാഗണാർ എടുക്കാൻ നിൽക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ഇഗ്നീസ് എടുക്കാൻ നിൽക്കുന്ന ആൾക്കൊക്കെ സെലേറിയോ തീർത്തും യോജിക്കുന്ന ഒരു മോഡലായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അത്യാവശ്യം ഓഫർ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പം നിലവിൽ അത്യാവശ്യം 40-45,000 രൂപയോളം ക്യാഷ് ഡിസ്കൗണ്ട് സെലേറിയോയ്ക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ മൈജോ മോട്ടോഴ്സ്, മരടോളം മൈജോ മോട്ടോഴ്സ് നിങ്ങളൊന്ന് വിളിച്ച് തിരക്കുമ്പം മാക്സിമം ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് സെലേറിയോ സ്വന്തമാക്കാം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. നമുക്ക് ഡിസൈൻ വൈസിലോട്ട് തിരിച്ചു വരാൻ നേരത്ത് മാരുതിയുടെ ആ ഒരു തനത് ORVM കാണാൻ. ടേൺ ഇൻഡിക്കേറ്ററോടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. വലുതായ ക്യാരക്ടർ ലൈനോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ പ്ലെയിൻ ആയിട്ട് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആകെ എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെടാതെ പോയൊരു കാര്യം ഈ ഒരു ഫ്ലാപ്പ് ടൈപ്പ് ഡോർ ഹാൻഡിലാണ്. ഒരു ഫ്ലിപ്പ് ഡോർ ഹാൻഡിൽ അത് ഓൾട്ടോയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഒരു ചീപ്പ് ക്വാളിറ്റി ഫീല് തീർച്ചയായിട്ടും ഉണ്ട്. അതും പോട്ടെ, ഇവിടെ ഈ ഒരു റിക്വസ്റ്റ് ബട്ടൺ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് നല്ല വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നും മാറ്റി വേറെ രീതിയിൽ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഇത് നമുക്ക് റിയർ സൈഡിൽ പോയിട്ട് അവിടെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. റിയർ ഡിസൈൻ കാണുമ്പോഴും അറിയാം ഫ്രണ്ട് എങ്ങനെ കൊണ്ടോ സൈഡ് എങ്ങനെ കൊണ്ടോ അതിനോട് മാച്ച് ചെയ്യാൻ നിൽക്കുന്ന ഒരു റിയർ സൈഡ്. ഫ്രണ്ട് ഹെഡ് ലാമ്പിനോട് സാമ്യമുള്ള ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ്, അതും ഒരു ഓവൽ ഷേപ്പിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതും ഭംഗിയായിട്ടുണ്ട്. ഉരുട്ടിയെടുത്തിരിക്കുന്ന ഒരു ബൂട്ട് ലിഡ് കാണാം. റൂഫിൽ പ്രത്യേകിച്ച് സ്പോയിലറോ കാര്യങ്ങളോ ഒന്നും കൊടുത്തില്ലെങ്കിലും ഡീഫോഗർ, റിയർ വൈപ്പർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കാണാം. ഒരു റിക്വസ്റ്റ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള സ്പേസ് ലഭിക്കുന്ന ഒരു ബൂട്ട് സ്പേസ്. പാർഷ്യൽ ട്രെയിൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ താഴെ കിടക്കുവാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പാർഷ്യൽ ട്രെയിൻ കമ്പനി നൽകിയിട്ടുണ്ട്. സ്റ്റെപ്പിനി അതിൻ്റെ താഴെയാണ് വരുന്നത്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് തന്നെ റിയർ സൈഡും കമ്പനി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇന്റീരിയർ പോയിട്ട് അവിടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മൾ ഏറ്റവും പുതിയ സെലേറിയോയുടെ ഇന്റീരിയറാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫുള്ളൊരു ബ്ലാക്ക് തീമാണ്. അതുകൊണ്ട് തന്നെ കാണാൻ ഭംഗിയുണ്ട്. അത്യാവശ്യം കട്ടിങ്ങും ഗ്രീസിങ്ങും മറ്റുള്ള മാരുതി വാഹനത്തിൽ നിന്നും കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് കമ്പനി ഡിസൈനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ കൂടി നമ്മൾ വാഗണാറിലും ഇഗ്നിസിലൊക്കെ കണ്ട അതേ സെയിം സ്റ്റിയറിംഗ് വീലാണ്. ഈ ഒരു സ്വിച്ച് പാറ്റേൺ ഒക്കെ നമ്മൾ എക്സ്പ്രസോയിലൊക്കെ കണ്ടതാണ്. എക്സ്പ്രസോ എടുക്കുന്നതിലൊക്കെ കൂടി എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കുറച്ചുകൂടി ബെറ്റർ ലുക്കിംഗ് ലഭിക്കുന്നത് സെലേറിയോയുടെ ഇന്റീരിയർ എക്സ്റ്റീരിയറുമാണ്. അത്യാവശ്യം വിട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യും. ഒരു സ്മോൾ ഹാച്ച് ബാക്ക് നമ്മൾ നോക്കാൻ നേരത്ത്. പിന്നെ ഓട്ടോമാറ്റിക് ലേഡീസിനൊക്കെ പറ്റിയ വാഹനമാണ്. കാരണം നല്ല വിസിബിലിറ്റി ഉണ്ട്. ചെറിയ വാഹനമാണ്. ഒരു ഓട്ടോമാറ്റിക്കും കൂടി ആകുമ്പോൾ ഇതിൽ പരം സന്തോഷം വേറെ ഇല്ല.
ചെറിയ വളരെ ക്യൂട്ടായിട്ടുള്ള വളരെ സ്പോർട്ടി ആയിട്ടുള്ള ഒരു ഗിയർ നോബാണ്. ഇത് മാരുതിയുടെ മറ്റൊരു വാഹനത്തിലും കാണാത്ത രീതിയിലാണ് കമ്പനി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. AC ഒക്കെ നോർമൽ മാനുവൽ കൺട്രോൾസ് ഒക്കെയാണ് വരുന്നത്. ഇവിടെ ഒരു ഗ്ലൗ ബോക്സ് കാണാം. പിന്നെ ഡ്യുവൽ എയർ ബാഗ്, ABS, EBD തുടങ്ങിയ സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം മാരുതിയിൽ കൊടുത്തിട്ടുണ്ട്. ഒരു 7-inch ഇൻഫർടൈൻമെന്റ് സിസ്റ്റം, അതിൽ അത്യാവശ്യം ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങളെല്ലാം കമ്പനി നൽകിയിട്ടുണ്ട്. ഇവിടെ സ്റ്റോറേജ് സ്പേസ് ആണ് വാഹനത്തിൻ്റെ കീ വരുന്നത്. കീ ഒക്കെ കൊള്ളാം. മാനുവൽ ഹാൻഡ് ബ്രേക്ക്, സീറ്റും ഒക്കെ അത്യാവശ്യം സപ്പോർട്ടീവ് ആയിട്ടുള്ള സീറ്റാണ്. മീറ്റർ കൺസോളിലും ഒരു RPM മീറ്റർ, ഗിയർ ഇൻഡിക്കേഷൻ പൊസിഷൻ, ഫ്യൂവൽ ഗേജ്, സ്പീഡോമീറ്റർ, അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളൂ. മാനുവലി ഡിം ചെയ്യാൻ സാധിക്കുന്ന മിറർ, ഒരു സൺവൈസർ, അവിടെ നമുക്ക് മിറർ കാണാം. പിന്നെ നമ്മുടെ മൈക്കിൻ്റെ മരുവാക്കി പരിപാടിയെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡോർ പാഡിൽ ഒരു ബോട്ടിൽ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് മാത്രമേ നൽകിയിട്ടുള്ളൂ, വേറെ എടുത്ത് പറയാനായിട്ടൊന്നുമില്ല. ഇനി നമുക്ക് റിയർ സൈഡിൽ കയറിയിട്ട് അവിടുത്തെ സ്പേസ് എങ്ങനെ ഉണ്ട് നമുക്ക്. അതിന് മുമ്പായിട്ട് ഇവിടെ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ കൺട്രോൾ കാണാം. ഇലക്ട്രോണിക്കൽ മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ്, ട്രാക്ഷൻ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം അവിടെ നൽകിയിട്ടുണ്ട്. വിശാലമായിട്ടുള്ള ഡോർ ഓപ്പണിങ്, ഏകദേശം 90 ഡിഗ്രിയാണ് ഡോർ ഓപ്പണിങ് വരുന്നത്. സ്പേസ് അത്യാവശ്യം എൻ്റെ കംഫർട്ടാണ് ഫ്രണ്ട് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, എങ്കിലും എനിക്ക് ഇത്ര ലെഗ് സ്പേസ് ലഭിക്കുന്നുണ്ട്. നല്ല ഹെഡ് സ്പേസ് ഉണ്ട്. അത്യാവശ്യം 3 പേർക്ക് തരക്കേടില്ലാതിരിക്കാവുന്ന വിട്ടും ഉള്ള സീറ്റാണ്. തൈ സപ്പോർട്ട് കുറച്ച് കുറവാണ്. പിന്നെ ഈ ഒരു സെഗ്മെന്റിൽ നമ്മൾ ഇതൊക്കെ പ്രതീക്ഷിക്കാവുള്ളൂ. എങ്കിലും വിശാലതയെ പറ്റി ഒന്നും പറയില്ല. ഒരു റൂമി ഫീല് തീർച്ചയായിട്ടും ഇന്റീരിയറിലേക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് റിയർ സീറ്റിൽ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഒന്നും എങ്ങും കൊടുത്തിട്ടില്ല, എങ്കിൽ കൂടി ഒരു ഇന്റഗ്രേറ്റഡ് ഹെഡ് റെസ്റ്റ് കുറച്ച് ഉയർത്തി വെച്ചിട്ടുണ്ട്. അത് കൊള്ളാം. ഗ്രാബ് ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. കൊള്ളാം. ഇന്റീരിയർ നമുക്ക് അങ്ങനെ കുറ്റം പറയാനായിട്ടൊന്നുമില്ല. നല്ല ഡീസൻ്റ് ആയിട്ട് തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കമ്പനി നിലനിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഡ്രൈവിലോട്ട് കൂടി ഒന്ന് കടക്കാം. അപ്പോൾ നമ്മൾ ഏറ്റവും പുതിയ സെലേറിയാണ് ഡ്രൈവ് ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത്. അതിന് മുമ്പായിട്ട് ZXi പ്ലസ് ആയതുകൊണ്ട് തന്നെ ഇതിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് സീറ്റ് വരുന്നുണ്ട്, ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് സ്റ്റിയറിംഗ് വീൽ വരുന്നുണ്ട്. സ്റ്റിയറിംഗിൽ തന്നെ കൺട്രോൾസും കാര്യങ്ങളും ഒക്കെ ലഭിക്കുന്നുണ്ട്. ഇതിന് വേരിയൻറ്റ് വരുന്നത് ഏകദേശം LXi, VXi, ZXi പ്ലസ് എന്നാണ് വേരിയൻസ് വരുന്നത്. 4 ഓപ്ഷൻസ് ആണ് വരുന്നത്. അതിൽ 3 വേരിയൻസിലാണ് നമുക്ക് ഓട്ടോമാറ്റിക് ലഭിക്കുന്നത്, VXi മുതൽ ഇങ്ങോട്ട്. ZXi പ്ലസിന്റെ ഓൺ റോഡ് പ്രൈസ് ഏകദേശം 8 ലക്ഷം രൂപ താഴെ. ZXi പ്ലസ് ഇപ്പോൾ കാണുന്ന ഫുൾ ഓപ്ഷൻ ഓൺ റോഡ് പ്രൈസ് വരുന്നത് സ്റ്റാർട്ടിങ് ഏകദേശം 6 ലക്ഷം രൂപ മുതൽ നമുക്ക് സെലേറിയോയുടെ വിവിധ വേരിയൻസ് നമുക്ക് അവൈലബിൾ ആണ്. വിശദമായിട്ടുള്ള കൃത്യമായിട്ടുള്ള പ്രൈസ് ലിസ്റ്റിംഗ് അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, പ്രൈസ് ലിസ്റ്റ് അറിയാം. ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു AMD ട്രാൻസ്മിഷൻ ആണ്. 1 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്, 3 സിലിണ്ടർ എഞ്ചിനാണ്. എങ്കിലും അത്യാവശ്യം നല്ല റിഫൈൻമെന്റ് ഉണ്ട്. വൈബ്രേഷനോ കാര്യങ്ങളോ എഞ്ചിൻ സൗണ്ടോ അങ്ങനെയൊന്നും എടുത്തു പറയാനായിട്ടൊന്നുമില്ല. പക്കയായിട്ട് തന്നെ ഉള്ളൊരു ഇത് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഡീസൻ്റ് ആയിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ്, നല്ല ടേണിംഗ് റേഡിയസ് കാര്യങ്ങളൊക്കെ കമ്പനി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓടിക്കാൻ നമുക്ക് സുഖമുണ്ട്. സിറ്റി ട്രാഫിക്കിലൊക്കെ അടിപൊളിയായിരിക്കും. പിന്നെ പറയേണ്ട കാര്യം, ഈവൻ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് വാങ്ങിക്കാം, അഫോർഡബിൾ ആയിട്ട് തന്നെ കൊണ്ടും നടക്കാം. കാരണം 25 കിലോമീറ്റർ ആണ് ARI സർട്ടിഫൈ ചെയ്തിരിക്കുന്ന മൈലേജ്. എങ്ങനെ കളിച്ചാലും നമുക്കൊരു 20 കിലോമീറ്റർ മൈലേജ് ഒക്കെ സിറ്റിയിൽ ലഭിക്കും. അഫോർഡബിൾ ആയിട്ടുള്ള മെയിൻ്റെനൻസ് കോസ്റ്റ് വരത്തുള്ളൂ. മാരുതി എന്ന ബ്രാൻഡിങ്ങിൽ വരുന്നതുകൊണ്ട് തന്നെ സസ്പെൻഷനും ഒന്നും തരക്കിടില്ല. 5 പേർക്ക് ചെറിയൊരു ഫാമിലി കാറായിട്ട് കൂടി പരിഗണിക്കാവുന്ന ഒരു കിടിലൻ ഓപ്ഷനാണ് മാരുതി സുസുക്കി സെലേറിയോ എന്നാണ് പറയേണ്ടത്. ഡ്രൈവ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈസി ടു ഹാൻഡിലാണ്. വളരെ സുഖമായിട്ട് കൊണ്ടു നടക്കാം. സ്റ്റിയറിംഗ് വീലും ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല. മൊത്തത്തിൽ ഒരു സുഖം തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതുപോലെ പോക്കറ്റ് റോഡ്സിലൊക്കെ കൂടി കൊണ്ടു നടക്കാൻ ഇതിലും സുഖപ്രദമായിട്ടുള്ളൊരു വാഹനം ഇന്ന് മാരുതിയുടെ ലൈനപ്പിൽ വേറെ ഇല്ല എന്നാണ് പറയേണ്ടത്. പിന്നെ അത്യാവശ്യം AMDയുടേതായ ചെറിയൊരു ലാഗ് ഉണ്ട്. നമ്മളൊന്ന് ആക്ടിവേറ്റ് കൊടുക്കുമ്പോഴാണ് കയറി വരുന്നതിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ട്. എങ്കിൽ കൂടി കുഴപ്പമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ ഇത്രയൊക്കെ പ്രതീക്ഷിക്കാവുള്ളൂ ഇന്നത്തെ കാലത്ത്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഇവനെ തിരിച്ചുകൊണ്ട് അങ്ങോട്ട് പോകാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. സെലേറിയോ ഒന്ന് അടുത്ത എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് നല്ലൊരു അനുഭവമാണ് ലഭിച്ചത്. 2022 ലോഞ്ച് ചെയ്തെങ്കിലും ഇനിയും ഒട്ടും വൈകിട്ടില്ല. നിങ്ങൾക്ക് ഇനിയും സെലേറിയോ മൈജോ മോട്ടോഴ്സിൽ നിന്ന് സ്വന്തമാക്കാം, എറണാകുളത്ത് മരടുള്ള. അപ്പോൾ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കാം. തീർച്ചയായിട്ടും സെലേറിയോ നിങ്ങൾക്ക് ഒരു ഒറ്റ എഞ്ചിൻ ഓപ്ഷനിൽ, 2 ട്രാൻസ്മിഷൻ ഓപ്ഷൻസിൽ, 4 വേരിയൻസിൽ 6 മുതൽ 8 ലക്ഷം രൂപ വരെ ബഡ്ജറ്റിൽ നിങ്ങളൊരു വാഹനം നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സിറ്റി ഫാമിലി കാർ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള മെയിൻ്റെനൻസ് കോസ്റ്റ് കൊണ്ടു നടക്കാവുന്ന ഒരു കിടിലൻ ഓപ്ഷനാണ് മാരുതി സുസുക്കി സെലേറിയോ. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ക്യാമറമാൻ അഭിമന്യു ബെന്നിയോടൊപ്പം അദ്വൈത് സൈനിങ് ഔട്ട്.